ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നൊരു ട്രിപ്പ് പോവാണ്. നാളെ ഇച്ചാടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ബർത്ത്ഡേ നൈറ്റ് നമുക്ക് എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാം. എന്നിട്ട് ബർത്ത്ഡേയുടെ അന്ന് ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ അടുത്തുള്ള എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു റിസോർട്ടുകളൊക്കെ തപ്പാൻ തുടങ്ങി. അപ്പം നമ്മൾ കണ്ട് പിടിച്ചത് മാളിയേക്കൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ അത് ബീച്ചാണ്, തൊട്ടതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ലേക്കാണ്. അപ്പൊ നമുക്ക് ലേക്ക് വ്യൂവും കിട്ടും, ബീച്ച് വ്യൂവും കിട്ടും. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളതിന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ നമ്മുടെ റൂമൊക്കെ വരുന്നത് ലേക്ക് സൈഡിലായിട്ടും നമ്മുടെ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് ഒക്കെ വരുന്നത് ബീച്ച് സൈഡിലുമായിട്ടാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് തന്നെ മതി ഷോന്ന് വിചാരിച്ചു. നമ്മള് റേറ്റ് വിളിച്ച് വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റേറ്റ് നമുക്ക് കിട്ടി. പിന്നെ അവിടുത്തെ കുറച്ച് അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ പക്ഷെ ഞാൻ ഇന്ന് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തില്ലായിരിക്കും. ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോഴായിരിക്കും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മാളിയേക്കൽ വരെ പോയിട്ട് വന്നാലോ? അപ്പൊ നമ്മള് നമ്മുടെ റിസോർട്ടില് മാളിയേക്കൽ ഹെറിറ്റേജ് റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് കുറച്ച് ചെക്ക് ഇൻ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഓക്കെ, ചെല്ല്. ഇതാണ് നമ്മുടെ റൂം ടൂറായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് റൂമിനകം വന്ന് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. റൂം ടൂറായിട്ടൊക്കെ കാണിക്കുന്ന ഒരു മടുപ്പ് സമ്പ്രദായമല്ലേ. അപ്പം റൂം കണ്ടിട്ട് വാ നിങ്ങൾ. റൂമിൽ വന്ന് ജസ്റ്റ് കുറച്ച് നേരം, ഇത്ര നേരം കടന്നില്ല, കുറച്ച് നേരം ഒന്ന് കടന്നിട്ട് ജസ്റ്റ് എടുത്തിട്ട് പോവാണ്. റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അപ്പൊ നിങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്ത് നോക്കാം. നല്ലൊരു വൈബാട്ടോ. കുറ്റി ഇട്ട് വെച്ചിരിക്കും. വേറൊന്നും എടുക്കാനില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നുവെച്ചാ പെഡൽ ബോട്ടിങ്, ഫിഷിങ്, പിന്നെ അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സമയം 4:21, 4 മണി തൊട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇതുപോലെ ആഡ് ചെയ്യാം. കുറേ നല്ല മഴക്കാറുണ്ട് ഗായ്സ്.
പെഡൽ ബോട്ട്, ഫിഷിങ്. ഫിഷിംഗ്. കരിമീനെ പിടിച്ചോളാൻ പറഞ്ഞവിടെ നോക്കിയിരിക്കുന്നത്. കരിമീനെ പിടി ഞങ്ങൾ സാമ്പിക്ക് കാണിച്ചു കൊടുക്കാം. മറ്റേ മാംഗോ മോഡോസിലെ പോലെ മീനില്ലാത്ത തോട്ടിലായിരിക്കും ഫിഷിംഗ് എന്ന് പറഞ്ഞ് വരുന്നത്. ഞാനോർത്ത് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ മറ്റേ ആ മീനെല്ലാം അവിടെ ഇങ്ങനെ ആർത്ത് ഫുഡ് കൊടുക്കുമ്പോൾ കിടന്ന് വരത്തില്ലേ, അതിനകത്താണ്. അതിനകത്താണ് നല്ല രസമല്ലേ മറ്റേത് തന്നെ. നല്ല രസമുണ്ട് അതല്ലേ. ഈ ഫോൺ അത് ശരിക്കും വാങ്ങിയത് നല്ല കളറിങ്ങൊക്കെ ഉണ്ടല്ലോ. ഇത് എപ്പോഴും ഒന്നും ശരിയാണോന്നില്ല. ലെഫ്റ്റ് ലെഫ്റ്റ്. നമുക്ക് പോകാനുള്ളതാണോ? ഇത് നമുക്ക് പോകാനുള്ളതാണോ? ചെങ്ങാടമാണ് ഇത് അല്ലല്ലോ. കാപ്പി കുടിക്കാനുണ്ട്. അത് വെച്ച് ഇങ്ങനെ തുഴഞ്ഞു പോവാ കാപ്പി കുടിച്ചോണ്ട്. ഞങ്ങൾ ബീച്ച് വരെ പോവാന്ന് വെച്ചു. ഫിഷിംഗ് നടന്നില്ല, ബോട്ടിങ് നടന്നില്ല, ഒന്നും നടന്നില്ല. ആദ്യം ചെന്നപ്പം വെയില്, പിന്നെ മഴ. വെയിലും മഴയും ഈ വേളയിൽ നമ്മൾ വിചാരിച്ചു പോയി ചാവാം. വെളിയിൽ നിന്ന് ആൾക്കാർ കയറി. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇപ്പോഴെല്ലാം വൈകിട്ട് ഡിന്നർ. ചെക്കൗട്ട് ചെയ്തിട്ട് വരാന്ന് എനിക്ക് അപ്പൊ വെയിലാച്ചു. ഇതുപോലെ തന്നെ പിന്നെ രാവിലെ എഴുന്നേറ്റെന്ന് ഞങ്ങള് എന്റെ സൗണ്ട് മടുപ്പാണ്, ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ട്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ഫോർ കയാക്കിംഗ്. ഞങ്ങളിതാ ഇതിന് കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ഞങ്ങൾ കയാക്കിങ്ങും കൂടെ തന്നെ ഫിഷിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളെ ആശീർവദിക്കുമോ? വലിയ വലിയ കായൽ മീനുകൾ പിടിക്കാൻ ഞങ്ങൾ ചെമ്പല്ലി, കായൽ ചെമ്പല്ലി, കടൽ ചെമ്പല്ലി. അപ്പുറം കടലല്ലേ, നമുക്ക് വലിയ ഫിഷ്. അയ്യോ മഴക്കാറ് വെക്കുന്നുണ്ട്, നനഞ്ഞ് നമ്മൾ വെള്ളത്തിൽ മുങ്ങി പോകുമെന്ന് എനിക്കിപ്പോൾ പേടിച്ചു. വലിയ ആവേശത്തോടെ കാവട് തുള്ളി പോയിട്ട് വെള്ളത്തിൽ മുങ്ങി ചാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കയാക്കിങ്ങിന് ഇരുട്ടല്ലേ അവിടെ കയറിയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഡ്രസ്സ് മാറും വന്നാൽ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ നനയെന്ന് പറഞ്ഞതുകൊണ്ട് ഡ്രസ്സ് മാറട്ടെ. അപ്പോൾ തുണി മാറി കഴിഞ്ഞു. ഇനി ചെല്ലട്ടെ. ഇതിൽ മീൻ കിട്ടിയാൽ അത് അടുത്തൊരു വ്ളോഗായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസ് കാണുക. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഊരിട്ടു. ഇച്ചിരി വിയർപ്പൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ.